ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? അതായത് നമ്മൾ രണ്ട് നമ്പറിനെ ആഡ് ചെയ്തു, രണ്ട് മൂന്ന് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാനൊക്കെ പഠിച്ചു. അപ്പൊ ഇന്ന് ഞാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതിനെ ഡിസൈൻ ചെയ്യും. എന്നിട്ടാണ് PHP യൂസ് ചെയ്തിട്ട് ഇതിനെ ഡൈനാമിക് ആക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് ഇന്നൊരു ഡിസൈനും പ്ലസ് PHP കോഡും കൂടെ ചെയ്താലോ? അതായത് ഞാനൊരു ചെറിയൊരു റിക്വയർമെന്റ് പറയാണ് നിങ്ങളോട്. നമ്മൾ ഇന്നലെ രണ്ട് നമ്പർ ആഡ് ചെയ്തില്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഡയറക്റ്റ് നമ്മുടെ കോഡില് രണ്ട് നമ്പർ, അതായത് 10 കൊടുത്തിട്ട് ഒരു വേരിയബിളിലേക്ക് ഇതിനെ ആഡ് ചെയ്ത്, അത് C എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് ഇതിനെ ആഡ് ചെയ്തെടുത്തു. അത് പ്രിന്റ് ചെയ്തു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ഒരു കാര്യം ഡിസൈൻ ചെയ്യണം ഫസ്റ്റ്. അതായത് രണ്ട് ടെക്സ്റ്റ് ബോക്സ് വേണം, അതിന് രണ്ട് ലേബൽ വേണം. എന്നിട്ട് ആ ടെക്സ്റ്റ് ബോക്സ് ത്രൂ യൂസർ കൊടുക്കുന്ന രണ്ട് നമ്പർ, ഒരു ബട്ടൺ, അതായത് ആഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവണം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ രണ്ട് നമ്പറിനെ ആഡ് ചെയ്തിട്ട് സം ഓഫ് ടു നമ്പർ എന്ന് പറഞ്ഞ് അവർ കൊടുത്തിരിക്കുന്ന നമ്പറിന്റെ സമ്മ് കാണിക്കണം. അപ്പൊ എന്താ, ഒരു ഫസ്റ്റ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്യണം. ആ ഡിസൈനിൽ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്? രണ്ട് ടെക്സ്റ്റ് ബോക്സുകൾ വേണം, രണ്ട് ലേബൽ വേണം, ഒരു ബട്ടൺ വേണം. അപ്പൊ നമ്മൾ HTML യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈൻ നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കിയാലോ? നമുക്ക് കോഡിങ് തുടങ്ങാം. അപ്പൊ ഞാന് HTML നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിയില്ല, HTML ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഫസ്റ്റ് HTML ടാഗ് ഓപ്പൺ ചെയ്തു, ഒരു ടൈറ്റിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരു ഹെഡിങ് പോലെ ആഡ് ടു നമ്പേഴ്സ് കൊടുത്തു, ഒരു ഹെഡിങ് ടാഗ്. എന്നിട്ടൊരു ഫോം ക്രിയേറ്റ് ചെയ്തു. ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ മെത്തേഡും ആക്ഷനും ഞാൻ പിന്നെ പറയാം കേട്ടോ. നമ്മൾ രണ്ട് ലേബൽ ക്രിയേറ്റ് ചെയ്തു. ലേബലില് ഫസ്റ്റ് ലേബൽ നമ്പർ 1 എന്ന് പറഞ്ഞിട്ടൊരു ലേബല്, അതിനൊരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു. ആ ടെക്സ്റ്റ് ബോക്സിന് ഒരു ഐഡിയും നെയിമും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ലേബല് നമ്പർ 2 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു, ഐഡിയും നെയിമും കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ആഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു HTML-ന്റെ ഒരു ഡിസൈൻ നോക്കിയാലോ? അതിനു വേണ്ടിയിട്ട് ഞാൻ ക്രോമിൽ പോയിട്ട് ഓൾറെഡി ഞാൻ URL ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഹെഡിങ്ങും ആ രണ്ട് ലേബലും ടെക്സ്റ്റ് ബോക്സും ഡിസൈനും വന്നു. ഇത് മാത്രം മതി ഒരു രണ്ട് നമ്പർ ആഡ് ചെയ്യാൻ? അല്ല, ഞാൻ ഈ നമ്പറിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡും കൂടെ എഴുതണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ PHP സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ PHP-ന്റെ സ്റ്റാർട്ടിംഗ് ടാഗും എൻഡിങ് ടാഗും കൊടുക്കുക. എന്നിട്ട് നമ്മൾ പറയാണ്, ഇവിടെ കണ്ടോ ഈ ലൈൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇഫ് കണ്ടീഷൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതിനു മുന്നേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ? അല്ലെങ്കിൽ പറയാ ഇഫ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ആണ്. ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ പറയില്ലേ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ. പിന്നെ അപ്പൊ ആണെങ്കിൽ എന്താണെങ്കിൽ ഈ സെറ്റ് ഓഫ് പോസ്റ്റ് ഓഫ് ആഡ്. ഇവിടെ ആഡ് എന്താണ്? ആഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ബട്ടന്റെ നെയിം ആണ്. അപ്പൊ ബട്ടണുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തോ ഒരു സാധനം അല്ലെ ഇവിടെ പറയുന്നത്. ഈ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാല് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, വെറുതെ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന കോഡ് വർക്ക് ചെയ്യരുത്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് എന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാ? പോസ്റ്റ് ഓഫ് ആഡ്. അപ്പോൾ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബട്ടൺ ക്ലിക്കിനെ PHP-യിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? num1 എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാന് num1, ഈ num1 എന്താണ്? ഈ ടെക്സ്റ്റ് ബോക്സിന്റെ നെയിം ആണ്. അപ്പൊ ഇവിടെ നമുക്ക് പോസ്റ്റ് എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? പോസ്റ്റ് എന്ന് പറയുന്നത് PHP-ന്റെ ഒരു മെത്തേഡാണ്, ഒരു ഫംഗ്ഷൻ ആണ്. അതായത് ഈ മെത്തേഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫോമിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് മെത്തേഡ്. അതുപോലെ തന്നെ വേറൊരു മെത്തേഡ് ഉണ്ട്, ഗെറ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ പോസ്റ്റും ഗെറ്റും PHP-യിൽ നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഗെറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സെക്യൂർഡ് ആയിരിക്കും. അതായത് നമ്മളിപ്പോ ഫോമില് ഈ ഒരു രണ്ട് ടെക്സ്റ്റ് ബോക്സുകൾ കൊടുത്തിട്ടില്ലേ, ഇതിന്റെ വാല്യൂ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ URL ഇതിന്റെ വാല്യൂം കൂടെ വരും. അതായത് നമ്മുടെ URL
URL എടുത്ത് നോക്കുമ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സിന്റെ വാല്യൂം കൂടെ വരും. അപ്പൊ അത് സെക്യൂർ ആണോ? ഇപ്പൊ നിങ്ങൾ ഒരു ലോഗിൻ പേജിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ആ URL നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽ വരുവാണെങ്കിൽ അത് സെക്യൂർ ആണോ? അല്ല. അപ്പൊ പോസ്റ്റിലാണെങ്കിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നമ്മൾ പോസ്റ്റ് ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പൊ ഞാൻ പോസ്റ്റ് യൂസ് ചെയ്തിട്ട് num1ന്റെ വാല്യൂ ആക്സസ് ചെയ്തു. അത് num1 എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. അതുപോലെ നെക്സ്റ്റ് ടെക്സ്റ്റ് ബോക്സിന്റെ വാല്യൂ ആക്സസ് ചെയ്ത് അടുത്ത വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് ഈ 2 നമ്പറിനെ ആഡ് ചെയ്തു. സമ്മിനെ ഞാൻ പ്രിന്റ് ചെയ്തു. അത് നമ്മൾ ഇന്നലെ പറഞ്ഞ കോഡിൽ നിന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാലോ? നമ്മൾ പറഞ്ഞ പോലെ ഡിസൈൻ ആയിട്ടുണ്ട്. 2 നമ്പർ ഞാനിവിടെ 10 എന്നും കൊടുക്കുവാണ്. എന്നിട്ട് ആഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ റിസൾട്ട് വന്നു. അതായത് സം ഓഫ് 10 and 10 ഈസ് 20. അതല്ലേ നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തത്. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഇതാണ് ഏറ്റവും ബേസിക്. ഇപ്പൊ നിങ്ങളോട് ഒരു ഇന്റർവ്യൂവിന് ചെന്നിട്ട് അവിടെ ഒരു നമുക്ക് 2 സെഷൻസ് ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് നമ്മൾ ഓറൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് മെഷീൻ ടെസ്റ്റിംഗ് ഉണ്ടാവും. അവിടെ ഇതുപോലത്തെ ഡിസൈൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്കിത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അന്ന് ആലോചിക്കണം. അതിന്റെ ഡിസൈൻ ആണ് നമ്മൾ ഫസ്റ്റ് ആലോചിച്ച് തുടങ്ങേണ്ടത്. അവിടെ കൊടുത്തിരിക്കുന്ന എന്തൊക്കെ എന്താണ് ടെക്സ്റ്റ് ബോക്സുകൾ, ലേബൽ, ഇങ്ങനത്തെ എന്തൊക്കെ ടാഗുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് നോക്കണം. അത് വെച്ച് ഫസ്റ്റ് ഡിസൈൻ ഉണ്ടാക്കിയിട്ട് വേണം കോഡിലേക്ക്, അതായത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ വരും ക്ലാസ്സുകളിൽ നമുക്ക് HTML നെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതുപോലെ ജാവാ സ്ക്രിപ്റ്റും കൂടെ കൊണ്ടുവരാം കേട്ടോ. ഒരു കമന്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാവാ സ്ക്രിപ്റ്റും കൂടെ വേണമെന്ന്. അപ്പൊ ജാവാ സ്ക്രിപ്റ്റും കൂടെ വരുമ്പോഴാണ് കൂടുതൽ നമ്മുടെ വെബ്സൈറ്റ് ഡൈനാമിക് ആവുന്നത്. നമുക്കിത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിലേക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്സും എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ചാനലിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അതെനിക്കൊരു കൂടുതൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു കേട്ടോ. താങ്ക് യു.